ഈ വെള്ളത്തിൽ വീണ ഫോൺ ചാർജിനിട്ടാൽ ഇപ്പോൾ എന്താ പ്രശ്നം? ഒരു പ്രശ്നം വരൂല എന്ന് പറയുന്ന ആളുകൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടാ. അങ്ങനെ ചാർജിനിട്ട ഒരു ഫോണാണ്. ബാറ്ററിൻ്റെ കണക്ടർ അതേപോലെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കണക്ടർ ഇതേപോലെ കത്തിയായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെയെല്ലാം കത്തിപ്പോയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ റെഡിയാക്കുക എന്നുള്ളൊരു ടാസ്ക്കാണ് ഇന്ന് നമ്മളെ മുന്നിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ആദ്യം ഇതിൻ്റെ ബാറ്ററി കണക്ടറാണ്ട് ഊരിയാണ്ട് പുതിയ ബാറ്ററി കണക്ടറാണ്ട് ഫിക്സ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഡിസ്പ്ലേൻ്റെ കണക്ടർ ഉണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി. അതിന് വലിയ രീതിയിൽ ഡാമേജോ കാര്യങ്ങളില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിമത്തെ ബാറ്ററിമത്തെ കണക്ടർ കണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്, പോയിട്ടുണ്ട്, ദ്രവിച്ച് പോയിട്ടുണ്ട്. ആ ബാറ്ററി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിലവിൽ സ്റ്റോക്കുള്ള ഒരു ബാറ്ററി ഉണ്ടായിരുന്നു. അത് എടുത്ത് നമ്മൾ ഓണാക്കുന്ന സമയത്ത് വൈബ്രേറ്റ് വരുന്നുണ്ട്, പക്ഷേ ഡിസ്പ്ലേ വരുന്നില്ല. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു കണക്ഷൻ, ഡിസ്പ്ലേക്കുള്ള ഒരു കണക്ഷൻ മിസ്സിംഗ് ഉണ്ടായിരുന്നു. ആ കണക്ഷൻ നമ്മൾ ചെയ്ത് കൊടുത്തു. അങ്ങനെ കണക്ഷനൊക്കെ റെഡി ആക്കി കണ്ട് നമ്മൾ ആ പഴയ ഡിസ്പ്ലേമ തന്നെ ഓണാക്കുന്ന സമയത്ത് പഴയ ഡിസ്പ്ലേമ ഓൺ ആവുന്നില്ല. പുതിയ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. അതിമ ഓണാക്കുന്ന സമയത്ത് ഇതാ ഡിസ്പ്ലേ ഓണായി വരുന്നുണ്ട്. കണക്ഷനൊക്കെ ഓക്കെയാണ്, എല്ലാം പക്കായിട്ട് ടച്ച് വർക്കിംഗ് ആണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും കണക്ഷനും എല്ലാം ഓക്കെയാണ്. ഇതെല്ലാം ഓക്കെ ആയ ശേഷം പിന്നെയാണ് ഒരു ട്വിസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത്. 1.5 മണിക്കൂർ ഈ ഒരു മൊബൈലിൽ നമ്മൾ വർക്ക് ചെയ്ത് ബാറ്ററിൻ്റെ കണക്ടർ മാറ്റി ഡിസ്പ്ലേൻ്റെ കണക്ഷൻ എല്ലാം നമ്മൾ ചെയ്ത് എല്ലാം പെർഫെക്റ്റ് ആക്കി. അങ്ങനെ എല്ലാം റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കസ്റ്റമർ കോൾ വന്നത്. നിങ്ങൾ ആ ഫോൺ റെഡി ആക്കണ്ട, അത് റിട്ടേൺ വെച്ചേക്കുക, അതൊന്നും ചെയ്യാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോൾ വന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്. 1.5 മണിക്കൂറാണ് ഞാൻ ഈ ഫോണുമ്മ ചിലവഴിച്ച് ഈ ഫോൺ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാൻ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത്രയും കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഒരൊറ്റയടിക്ക് എന്ത് ചെയ്തു, വെള്ളത്തിൽ വരച്ച മാതിരി പോയി. അതും വിചാരിച്ച് മാറ്റിയ കണക്ടറും മിസ്സായി പോയിട്ടുള്ള ആ കണക്ഷൻസും നമ്മളെന്ത് ഒഴിവാക്കാനോ ഒന്നിനും നിന്നിട്ടില്ല. അതേപോലെ പാക്ക് ചെയ്ത് കണ്ട് കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തു. എന്തായാലും കസ്റ്റമറുടെ ഫോണാണ്, അവരെ ഫോൺ അവർ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കും. പക്ഷേ എനിക്ക് പോയ 1.5 മണിക്കൂർ എന്തായാലും കസ്റ്റമറെ കൊണ്ട് തിരിച്ചു തരാൻ പറ്റില്ല. ഇതിൽ ഞാൻ ഒരിക്കലും കസ്റ്റമറെ കുറ്റം പറയാനോ ഒന്നിനും വന്നതല്ല. കസ്റ്റമർ തന്നെ പറഞ്ഞു എന്ത് ചിലവായാലും വേണ്ടില്ല, ഫുള്ള് റെഡി ആക്കണം എന്ന് പറഞ്ഞാണ് ആദ്യം തന്നത്. പക്ഷേ ഇത്രയും ചെയ്ത വർക്ക് ഒന്നും ഇല്ലാതായി പോയപ്പോൾ ഉള്ളൊരു വിഷമം അത്രയേ ഉള്ളൂ.